സുമേഷേ, ഇനി മാസാമാസം എന്തെങ്കിലും ഒരു പൈസ എനിക്ക് തരണേ. അമ്മക്ക് എന്തിനാ അമ്മ പൈസ? അത് അമ്മേന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നില്ലേ? അമ്മക്ക് ഇവിടെ എന്തിന്റെ കുറവുള്ളേ? ഒരു കുറവും ഇനി എനിക്ക് ഇതുവരെ വരുത്തിക്കില്ല. എന്നാലും എനിക്ക് ഇന്നൊരു കാര്യം പറയാനുണ്ട്. പറയാമേ. ഇന്ന് ഈ വീഡിയോ കാണാൻ വരുന്ന എല്ലാരോടും ഇനി പറയണം, ചിരിക്കാൻ വേണ്ടി ആരും ഈ വീഡിയോ കാണരുതെന്ന്. അതെന്താ? അതെന്താന്ന് വെച്ചാല് ഇനി പറഞ്ഞിട്ടില്ലേ, ഒരു കുറവും ഇല്ലാണ്ട് ഇനി എന്നെ നോക്കുന്നുണ്ട് എന്ന്. അതെ, അത് സത്യാണല്ലോ. എന്നാ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ അച്ഛൻ മരിച്ചിട്ട് 10-25 കൊല്ലായി. നിങ്ങളൊക്കെ വലുതായ പിന്നെ എന്നോട് ജോലിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ കയ്യിൽ ഒരു പൈസയില്ല, ബാങ്ക് ബാലൻസും ഇല്ല. അമ്മക്ക് എന്തിനാ ബാങ്ക് ബാലൻസ്? അമ്മേന്റെ എല്ലാ കാര്യം ഞാൻ നോക്കുന്നില്ലേ? എടാ, എനക്കൊരു അടിപ്പാവാട വേണമെങ്കിലോ ഒരു ഷഡ്ഡിയും ബ്രേസറും വേണമെങ്കിലോ ഞാനിന്നോട് ചോദിക്കൂ. കാരണം എന്താ, എനിക്കിച്ചിരി നാണവും മാനവും കുറവാ. പക്ഷേങ്കില് ഇതൊന്നും മക്കളെ അറിയിക്കാണ്ട് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അതിന് അമ്മമാർക്ക് മക്കളോട് പറഞ്ഞൂടെ? എന്ത്, എന്റെ ഷഡ്ഡി കയറിപ്പോയി എനക്ക് വേറെ ഷഡ്ഡി വാങ്ങി തന്നെന്നാ? എടാ, ഇതൊന്നും ഒരമ്മയും ഒരു മക്കളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തിനി അമ്മമാരെ ഷഡ്ഡി മക്കൾ കണ്ടിട്ട് പോലും ഉണ്ടാവൂല. അത് ഞാനിപ്പോ എന്താക്കണോ? അമ്മന്റെ ഷഡ്ഡി പോയി നോക്കണ? അല്ലടാ, എന്നാ പിന്നെ ഞാൻ നമുക്ക് കുറച്ച് ഷഡ്ഡിയും പൈസയും മേടിച്ചരാ. വേറെ ഞാൻ എന്താക്കാനാ? അതിന് ഇഞ്ഞെന്ത് ചെയ്യണോ? മാസാമാസം ഇന്നെ കൊണ്ടാവുന്ന ഒരു പൈസ അമ്മക്ക് തരണം. ഇഞ്ഞി മാത്രം തന്നാ പോരാ, പിന്നെ ഇന്റെ വീഡിയോ കാണുന്ന എല്ലാ മക്കളോടും പ്രായമായ അച്ഛന്റെ അമ്മേന്റെ കയ്യില് എന്തെങ്കിലും ഒരു തുക പൈസയായിട്ട് തന്നെ കൊടുക്കാൻ പറയണം. ഓലിക്കുണ്ടാവൂലടാ ഓരോരോ ചെറിയ ചെറിയ ആവശ്യങ്ങള്. പിന്നെ ഇനി ഓരോട് ഒരു കാര്യം കൂടി പറയണം. നമ്മളെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇതൊന്നും അറിയാത്ത ഓരോ മക്കളിലും എത്തിക്കണമെന്ന്. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കെ. ഇവനൊന്നും രണ്ടാമത്തെ ലേശർ പ്രഷറിലെ കൂട്ടത്തിലാ. പിന്നെ ഞാൻ പറയുന്നത് കേൾക്കൂല, അവിടെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡയലോഗൊന്നും പോരെ? ഇനിയും ഡയലോഗ് ഞങ്ങൾക്ക് ഒരു ഡയലോഗും കിട്ടിയില്ല. കണ്ടാൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, എനിക്കൊന്നും അറിയില്ല. പ്രഷർ കൊണ്ടായിരിക്കാം ഈസി ആയി തോന്നിയത്. അതുപോലെ തന്നെ ഡബ്ബിങ് ഞങ്ങളിപ്പോ ഒരു മാസം മുമ്പെയാണ് നമ്മൾ ലൈവ് സിംഗ് സൗണ്ട് കൊടുത്തു തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ നമ്മൾ എല്ലാ വീഡിയോസും ഞങ്ങൾ ഡബ് ചെയ്തതാണ്. നമ്മൾ സിനിമ പ്രോസസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് കറക്റ്റ് ഡബ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീഡിയോസ് ഇറക്കാറ്. പക്ഷെ ആ ഡബ് ചെയ്തൊരു എക്സ്പീരിയൻസ് നമുക്ക് ഭയങ്കര ഗുണം ചെയ്തു. അമ്മ സ്റ്റുഡിയോയിൽ പോയ സമയത്തും ഫസ്റ്റ് ടേക്ക് തന്നെ എല്ലാം ഓക്കെയാണ്. എറണാകുളത്ത് പോയിട്ട് എന്നോട് ഒരു ജോഡി ഡ്രസ്സ് എടുത്തോ, കാരണം ചില സമയം ഇവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ എന്റെ കൂടെ വേറെ ഒരാൾ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പയ്യന്നൂരിന്ന് വന്ന് അവർ രാവിലെ ചെയ്ത്, അപ്പൊ എന്നോട് പറഞ്ഞു ഉച്ചയാകുമ്പോൾ എത്തിയാൽ വന്നു. അപ്പൊ നമ്മളൊരു 4 മണിക്ക് അങ്ങനെ തുടങ്ങി, ഒരു 3-3:30 അങ്ങനെ തോന്നി തുടങ്ങിയത്. അപ്പൊ ഇന്ന് രാത്രി കഴിഞ്ഞില്ല, നാളെ എടുക്കണം എന്നുള്ളതാണ് അവരെ കണക്ക് കൂട്ടല്. അപ്പൊ ഞാൻ ചെയ്ത് നോക്കുമ്പോ എന്റെ ഒരു 7 മണിയാകുമ്പോൾ കഴിഞ്ഞു, നിങ്ങള് കഴിഞ്ഞിന്ന്. അപ്പൊ ഇനി റൂം വേണ്ട, ഡ്രസ്സൊന്നും വേണ്ട. അപ്പൊ ഈ പയ്യന്നൂർക്കാർക്ക് വണ്ടി 8 മണിക്കാറ്റാ. അപ്പൊ ഇത് 7 മണിക്കാ കഴിഞ്ഞല്ലോ. എന്റെ വീടുണ്ട് എറണാകുളത്ത്, അവിടെ താമസിക്കാന്നൊക്കെ പ്ലാനും കിട്ടത്. അപ്പോൾ ഇതിന്റെ ഒന്നും ആവശ്യം പറഞ്ഞില്ല. അവര് ഭാര്യയും ഭർത്താവും പയ്യന്നൂർ പോകുമ്പോ പോലെ വണ്ടിയിൽ കയറിയാൽ എനിക്ക് വടകര ഇറങ്ങാലോ. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ ചേച്ചി വേഗം പെട്ടെന്ന് തന്നെ ചെയ്തത്. അതൊക്കെ നമ്മൾ ഇവിടുന്ന് ഇതൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കും. എനിക്ക് ഇവനെ ഇഷ്ടമില്ല ഡബിങ്ങിന്. ഇവന്റെ മോനാമന്റെ സ്നീക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഭയങ്കര ഒരു ഞാൻ പറഞ്ഞു തരണ്ടേ. ഇവനൊന്നും രണ്ടാമത്തെ ലേശർ പ്രഷറിലെ കൂട്ടത്തില്ല. സംഭവം വെച്ചാൽ ഞാൻ ഈ പ്രഷറിന്റെ പ്രശ്നം 2-3 കാര്യങ്ങൾ. ഒന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഡബ് ചെയ്യുമ്പോൾ പ്രഷർ എന്ന് വെച്ചാല് അമ്മ വെച്ചാല് ഒരു ഡയലോഗ് കറക്റ്റ് അത് കംപ്ലീറ്റ് പറയുമ്പോൾ ഒരു ഭംഗി കഷ്ണാക്കിക്കണ്ട, അതിന്റെ ഒരു ഫ്ലുവൻസി അങ്ങ് പോയി പോകും. പിന്നെ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ ഒന്ന് സ്റ്റോറേജിന്റെ പ്രശ്നം ഉണ്ടാവും, പിന്നെ ലൈറ്റ് പോകാൻ നിൽക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ പറയുന്നത് കേൾക്കൂല, അവിടെയാണ് എനിക്ക് വെറുപ്പ് പിടിക്കുക. കാരണം വെച്ചാൽ നമ്മളൊരു കാര്യം ഒരു ഡയറക്ടർ ഒരു ആക്ടറോട് പറയുമ്പോൾ ഒരു കേട്ട് നിൽക്കും അനുസരണോട്, ഇതാണ് ഓക്കെ. ഇത് കേൾക്കുന്നതിന്റെ മുന്നേ തന്നെ 10,000 വർത്താനം ഇങ്ങോട്ടേക്ക് പറയും. അപ്പൊ പിന്നെ നമുക്ക് വെറുപ്പ് പിടിക്കും, എനിക്ക് മര്യാദ ചെയ്യില്ല. അപ്പൊ ആരായാലും വെറുപ്പ് പിടിക്കും. ആദ്യം നമ്മളൊരു ആക്ടർ എന്ന് പറയുമ്പോൾ ആക്ട്രസ് എന്ന് പറയുമ്പോൾ ഒരു ലിസണർ ആയിരിക്കണം. അമ്മ അവിടെ അനുസരിക്കും, എന്റെ മോനായൊരു വിലയില്ല. അവിടുന്ന് വല്ല കേട്ട് ചില സ്ക്രിപ്റ്റ് കുറച്ച് മുമ്പേ തരുമോ? എന്റെ സംശയങ്ങൾ ഞാൻ ഉള്ളിൽ വെച്ചിട്ട് പോയി പറയുന്ന പുള്ളി അല്ല. ഷൂട്ടിംഗ് സെറ്റിൽ കഴിഞ്ഞ വയസ്സത്രയും 30 ഷൂട്ടിങ്ങില് നമുക്ക് കുറെ റോൾ ഉണ്ടല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു കുറെ ഡയലോഗ് നമുക്ക് ഉണ്ട്. അമ്മ എല്ലാം പറഞ്ഞ് ഭയങ്കര അപ്പൊ കുറെ ആൾക്കാർക്ക് തീരെ ഡയലോഗ് ഇല്ലാണ്ട് വിഷമിച്ചിരിക്കും. അമ്മ കുറെ ഡയലോഗ് വേറെ കുറെ ഡയലോഗ് കൂടെ അമ്മക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവര് പറയാം എല്ലാന്ന് എല്ലാവരും കൊണ്ടുവന്ന് എല്ലാന്ന് ഇനി അടുത്ത എന്തെങ്കിലും നാളത്തേക്ക് ഡയലോഗ് കൊണ്ട് എനിക്ക് തന്നേക്ക്, എനിക്ക് വീട്ടിൽ നിന്ന് പഠിച്ചു വെക്കാലോ എന്ന്. അവിടെ മറ്റെല്ലാം പറയാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡയലോഗൊന്നും പോരെ, ഇനിയും ഡയലോഗ് ഞങ്ങൾക്ക് ഒരു ഡയലോഗും കിട്ടിയില്ല. അല്ലെ പഠിക്കാൻ അല്ലാണ്ട് ഒരേ മുമ്പ് ഒരേ സമയം കളയണ്ടല്ലോ. ആൾക്ക് അല്ല, എനിക്ക് ഈ സിനിമയുടെ വീട് മെത്തേഡ് എനിക്ക് ശരിക്കും അറിയില്ലല്ലോ. അപ്പൊ ഇവരിത് പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഒരു വേണ്ട ഒരു സീന് കുറച്ചെടുത്താൽ അവർക്കും ഗുണം തന്നെയല്ലേ. അപ്പൊ ഞാൻ എന്റെ ഒരു കുടുംബ സീനിൽ കുറച്ച് നിങ്ങളൊരു ഡയലോഗ് ഉണ്ട്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു സൂര്യ എന്ന് പറഞ്ഞ ആളാ, ഒരു മോളെ സൂര്യ എനിക്ക് ഞാൻ അടുത്ത ഡയലോഗ് ഉണ്ടെങ്കിൽ പറഞ്ഞേക്കോളെ, എനിക്ക് പറ്റിയേക്കാലോ. നിങ്ങളല്ലേ ഇപ്പൊ എടുത്ത ഡയലോഗ് പറഞ്ഞിക്ക് നമ്മളൊന്നും ഒരു കുടുംബശ്രീയിലൊക്കെ നിൽക്കുന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ട്, നമുക്കല്ല ഒരക്ഷരം കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇത്രയും ഇനിയും ഉണ്ടോ? ഡയലോഗ് ഉണ്ടോ നോക്കുന്നതാണ്. അല്ല, ഞാൻ പഠിക്കുവാനാ. നമ്മളെ സിനിമയിലെ നല്ല കമ്പനിയായിട്ട് നല്ല നമ്മളോടൊക്കെ നല്ല ആദ്യത്തെ സിനിമയാണെന്നൊന്നും തോന്നില്ല. ഞാനും കണ്ടാൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, എനിക്കൊന്നും അറിയില്ല.
അപ്പൊ അങ്ങനെയൊക്കെ ഇതുവരെ ഇതൊക്കെ ചെയ്തതിന്റെ ഒരു പ്രാക്ടീസിന്റെ ഗുണമായിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു വലിയ കുഴപ്പമായിരുന്നു തോന്നിയിട്ടില്ല. കുറെ ആൾക്കാർ നമ്മൾ ചോദിക്കാറുണ്ട്, കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിലേക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ എന്താണ് അതിനുള്ള ടിപ്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനും പല വലിയ ആൾക്കാരോടൊക്കെ ഞാനും ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ. അപ്പോൾ എനിക്കൊരൊറ്റ കാര്യം ഇതിൽ പറയാനുള്ളൂ, സ്ഥിരോത്സാഹം. അതിപ്പം ബിസിനസ് ആണെങ്കിലും ശരി, വീഡിയോ ആണെങ്കിലും ഏത് മേഖലയിലും നമുക്ക് എല്ലാവർക്കും ഉത്സാഹം ഉണ്ടാവും. ഒരു ഷോപ്പ് തുറക്കാൻ ഉത്സാഹം ഉണ്ട്, അല്ലെങ്കിൽ ഒരു 5 വീഡിയോ അല്ലെങ്കിൽ ഒരു 10 വീഡിയോ എടുത്തിടാൻ ഭയങ്കര ഉത്സാഹമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഡൗൺ ആയി പോകും. നമുക്കൊരു കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്തു പോകാനുള്ള ഒരു ഉത്സാഹം ഉണ്ടല്ലോ, സ്ഥിരോത്സാഹം, അത് മാത്രം മതി നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മെല്ലെ നമ്മളിലേക്ക് എത്തിച്ചേരും. അതിനുള്ള ക്ഷമ നമുക്ക് ഉണ്ടായിരിക്കണം. അതുവരെ നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. അതാണ് നമുക്ക് ഇതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. പല ആൾക്കാരും ഒരു 10 വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആരും മൈൻഡ് ചെയ്യാണ്ട് വീണു പോകും അല്ലേ? അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടോക്ക്, നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ല സക്സസ്ഫുൾ ആയ ഒരു യൂട്യൂബറായി മാറും, അത് ഉറപ്പാണ്. പിന്നെ അമ്മേൻ്റെ ഈ കാര്യത്തിൽ അമ്മേനെ പോലത്തെ പല ആളുകളും പറയാറുണ്ട്, ഇത്രയും പ്രായമുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് ഇതിന് മുമ്പിൽ ഇതിൽ കൊണ്ടുവരിക. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ പേജിൻ്റെ വളർച്ച എന്ന് പറയുന്നത് തന്നെ അമ്മയുടെ ഒക്കെ ഒരു എൻട്രിയാണ്. അമ്മ എൻ്റെ പേജിലേക്ക് വന്നു, വൈഫ് വന്നു, അതുപോലെ തന്നെ ഏട്ടനുമാനി എല്ലാവരും ഒരു കുടുംബം ഒത്തുചേർന്നപ്പോഴാണ് അത് ഭയങ്കര സക്സസ്ഫുൾ ആയത്. അതുപോലെ തന്നെ ഇതിൽ പ്രായഭേദമന്യേ ഏതൊരാൾക്കും ഇതിന് മുമ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവും. പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ പൈസ ഉണ്ടാക്കണം എന്ന രീതിയിൽ ഒരു യൂട്യൂബർ ആയി കഴിഞ്ഞാൽ അത് വർക്കായി വെച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ഈ ഫേസ്ബുക്കിൽ നിന്നും ഏർണിങ്സ് ഉണ്ട് എന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. യൂട്യൂബിൽ നിന്ന് അറിയാം, പക്ഷേ ഫേസ്ബുക്കിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇൻകം കിട്ടി തുടങ്ങിയത്. ഒരു സാലറി എമൗണ്ട് കിട്ടി തുടങ്ങും. ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പാഷനായിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് അതിലൂടെ ഒരു എമൗണ്ട് വരിക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം വേറൊന്നുമില്ലല്ലോ. ഞങ്ങളെല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും മാക്സിമം ചിരിച്ചും കളിച്ചും അത് ആസ്വദിച്ചിട്ടുമാണ് അവസാനത്തെ ഒരു ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. അതിനിടയിലുള്ളതാണ് യഥാർത്ഥ കണ്ടന്റ്. അതിനിടയിലുള്ള കണ്ടു കഴിഞ്ഞാലാണ് ഒരു പക്ഷേ നിങ്ങൾ കൂടുതൽ ചിരിക്കുക. ചില ആൾക്കാർ ബ്ലൂപ്പേഴ്സ് ഇടാൻ പറയാറുണ്ട്. പക്ഷേ ഞാൻ ബ്ലൂപ്പേഴ്സ് ഇട്ട് ഞാൻ വീഡിയോൻ്റെ ആ ഒരു പെർഫെക്ഷനെ ബാധിക്കും, അല്ലെങ്കിൽ അത് ഇത്രയും ചെയ്തിട്ടാണ് അതിലേക്ക് വന്നെന്ന് ചോദിച്ച ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അല്ല, ചില സമയം ഇവർ ചീത്ത പറയാൻ മതിന്ന പാപം കമലമ്മൻ ഇത്രയും പ്രാവശ്യം എന്തിനാ സുമേഷ് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഞാൻ ബ്ലൂപ്പേഴ്സ് ഇട്ടപ്പോൾ അങ്ങനത്തെ കമന്റ് വന്നിട്ടുണ്ട്. ഒരേ ഡയലോഗ് തന്നെ ഒരു 5 പ്രാവശ്യം ചെയ്ത് 10 ബ്ലൂപ്പേഴ്സ് ഇട്ടപ്പോൾ ആൾക്കാർ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് കമലം ഇത് ചെയ്യുന്നത്. ഒരു വിചാരിക്കുന്നുള്ളൂ എന്തിട്ടാണെങ്കിൽ ഇങ്ങനെ ഒറ്റ ഇതിൽ പറയാൻ ഞാനാ സത്യാവസ്ഥ നമ്മക്കല്ലേ അറിയൂ. അതെ, ഒരു ക്യാമറ മുമ്പിൽ ഇല്ലാത്തതുപോലെ കൊണ്ട് കുറെ ആൾക്കാർ പറഞ്ഞു അവിടെ കുത്തിരി പറയുന്നല്ലേ നീക്കു, അതല്ല നിങ്ങൾ വീഡിയോ ആക്കിയിട്ട് ഇടുന്നതല്ലേ. സത്യത്തിൽ ഒരു കഥയുള്ളൊന്നും അവർക്കറിയില്ല. പക്ഷെ അതൊരു കണ്ടന്റ് കൂടെ രസകരമാവും. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ വർക്കാവില്ല. ഉദ്ദേശിച്ചിരിക്കും 100% നിങ്ങളെ ചിരിപ്പിക്കുക. അതിനുവേണ്ടി എന്ത് അഭിപ്രായം, ഭാര്യ, ഭർത്താവ്, മോനോ, മോൾ എന്ത് വേണമെങ്കിലും ഞാൻ റെഡിയാ. ചിലത് പറയാൻ പറ്റാത്ത ചിലങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ എന്റെ കുണ്ടീന്റെ അമ്മാവൻ പോകുന്ന ഡയലോഗ് ഉണ്ട്. അത് ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ ചന്ദിനി പോലെ. അപ്പൊ ഞാൻ പറഞ്ഞേ ഇത് കുണ്ടീന്ന് പറഞ്ഞാലേ വർക്കാവുള്ളൂ പ്ലീസ്. അങ്ങനെ അത് പറഞ്ഞ് സത്യം പറഞ്ഞാല് വിശ്വസിക്കാൻ പറ്റില്ല. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അത്രക്കും വൈറലായി. കാരണം ഞങ്ങൾക്ക് എന്റെ ഫോണിലൊന്നും ഒരു സ്വൈര്യം ഇല്ലായിരുന്നു. കാരണം എനിക്ക് മാത്രമല്ല, അമ്മേന്റെ നമ്പറും ഏട്ടന്റെ നമ്പറും എല്ലാവരുടെ നമ്പറും തപ്പിപ്പിടിച്ച ആൾക്കാർ വിളിക്കുക. കുറെ റിലേറ്റീവ്സ് ഇവര് കണ്ടു അറിയില്ല. അതായത് എന്റെ മോൻ എനിക്ക് 3 മക്കളല്ലേ. അപ്പൊ ഞാൻ വയസ്സെത്തിയായിട്ടല്ലേ തോർത്തല്ലേ ഒരു 10-15 വയസ്സ് തോന്നിപ്പിക്കും. അപ്പൊ ഇവൻ ഗൾഫിൽ നിന്നൊക്കെ വന്ന മോൻ അപ്പിയിട്ട് പറയുന്നത് അപ്പൊ ഞാൻ ചിരിക്കുന്നതാ. മനസ്സിലാക്ക്, നിങ്ങളെയും കൊണ്ട് ഞാനും ഇങ്ങനെയെല്ലാം കളിച്ചതാ. 4 ചന്തിയാ ഞാൻ ദിവസവും മാറി മാറി കൈക്കൊണ്ടിരുന്നത്. അതേതാമേ 4. അപ്പൊ ഞാൻ ചോദിക്കൂ, അമ്മക്ക് 3 മക്കളല്ലേ ഉള്ളൂ ഞങ്ങള്, അപ്പൊ പിന്നെ അമ്മക്ക് ഈ 4ാമത്തെ ചന്തി അപ്പൊ എന്റെ കുണ്ടീന്റെ അന്നേരം ഞാൻ ചോദിക്കുന്നേ 3 അപ്പൊ എന്റെ കുണ്ടീന്റെ അമ്മ നമുക്ക് പോവാന്ന്. അത് ഭയങ്കര ശരിക്കും ആ ഒരു താളത്ത് ബോൾട്ടാവുന്ന രീതിയിൽ നമ്മ പറഞ്ഞു. അത് കുണ്ടീന്ന് പറഞ്ഞുകൊണ്ടാണ് വർക്കായത്. അതിന് കുറച്ച് ഒരു കണപോയിട്ടുള്ള ഒരു പെണ്ണുങ്ങളായിരിക്കണം. ഞാനൊരു തോർത്തൊക്കെ ജോലിയിട്ട് ഊരിയല്ലോ ഒന്ന് വളച്ച് വെച്ചിട്ട് ഒരു കിളവിയിലോട്ടായിരിക്കും. അല്ലാണ്ട് ലേശം ഒരു ഇങ്ങനെ നിൽക്കുന്നേരം ഒരു കുണ്ടി എന്നെല്ലാം പറഞ്ഞ മോശമല്ലേ. അത് ഞാൻ ഇവനോട് മാക്സിമം തടി ഇതിന് ചന്തി എന്ന് പറയാം. എനിക്ക് വയ്യന്ന്. അപ്പൊ എന്നെ എന്റെ അനിയത്തിന്റെ വീട്ടിൽ കൂടല്ലേ അനിയത്തിന്റെ മോള് ആടെ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇവർ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ, ഞാനവിടെ അടിച്ചലും വാരി കൊടുക്കുന്ന. അപ്പൊ എന്റെ മോളെ ഭർത്താവ് കണ്ടക്ടറാ. അപ്പൊ എന്റെ ബസ്സിലുള്ള ആൾ ഇവനെ സഹായിക്കാൻ വന്നതാ. അന്ന് ഞാൻ ചോദിച്ചു, സ്മിത്ത് ഇവള് എനിക്ക് നല്ല പരിചയം ഉണ്ട്. അന്നേരം പറഞ്ഞ് വീഡിയോ കാണലുണ്ടോ? ചന്തി നിലം പറഞ്ഞ അയാളാണ് ഭയങ്കര ചിരി. അപ്പൊ ഒരു കണ്ടക്ടർ റോഡ് സൈഡിൽ ഒരു തെങ്ങിന്റെ അങ്ങ് മൂല കൂട്ടിക്കൊണ്ടു പറഞ്ഞു, എനിക്ക് രാവിലെ തന്നെ ചിരിക്കുവാൻ നേരെ ഉണ്ടോന്ന്. ഓൻ പറഞ്ഞു കൊടുക്കുക അവനോട്, ഇതാ എനിക്ക് കാണിച്ചത്, എനിക്കറിയാൻ ഇപ്പൊ ഓറായിവർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫീൽഡാണിത്. എല്ലാവർക്കും ഇഷ്ടമല്ല. ഞാനൊക്കെ സിനിമ പ്രാന്തന്മാരാണ്. ഒരു ദിവസം തന്നെ 2-3 പടങ്ങളും കണ്ടു. ടാക്കീസാണ് ഏപ്പടം വരെ ഞാൻ പോയി കണ്ടു. ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ആള് ഞങ്ങളുടെ അപ്പൊ ഞങ്ങൾ ചെറിയ കളിക്കുന്നത് ഏപ്പടായിരിക്കും. അപ്പൊ ഞങ്ങൾ പോയിട്ട് പറയും, രാമകൃഷ്ണാട്ടാ ആരാണാട്ടാ കയറ്റു വന്നു, ഇത് കാണാൻ പറ്റില്ല, ഇറങ്ങി പോടാ പോയി. ഇന്നലെ സംഭവം ഏപ്പടായിരിക്കും, നമുക്ക് ഒരു കയറ്റാൻ പറ്റൂല. അപ്പൊ അത്രയും സിനിമാ പ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു നമ്മൾ.